ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ നിലവിൽ വരുന്നതോടെ ഇന്ത്യൻ വിപണിയെ പ്രതീക്ഷയോടെ നോക്കിക്കാണുകയാണ് യൂറോപ്യൻ കാർ നിർമ്മാതാക്കൾ. ഇറക്കുമതി തീരുവയിൽ ഉണ്ടാകുന്ന വൻ കുറവോടെ കാർ വിപണി കീഴടക്കാനാകുമെന്നാണ് പ്രതീക്ഷ. നികുതി കുറഞ്ഞാലും കുറഞ്ഞ വിലയിൽ മികച്ച സൗകര്യങ്ങൾ നൽകുന്ന ടാറ്റ, മഹീന്ദ്ര, മാരുതി തുടങ്ങിയ വമ്പൻ ശൃംഖലയെ മറികടക്കുക യൂറോപ്യൻ കമ്പനികൾക്ക് വെല്ലുവിളിയാകും. ലോകത്തിലെ മൂന്നാമത്തെ വലിയ വാഹന വിപണിയായ ഇന്ത്യ എന്നും വിദേശ കമ്പനികളുടെ സ്വപ്നഭൂമിയാണ്. നിലവിൽ യൂറോപ്യൻ കാർ നിർമ്മാതാക്കൾക്ക് 3% താഴെ മാത്രമാണ് ഇന്ത്യൻ വിപണിയിലെ സാന്നിധ്യം. ഇറക്കുമതി തീരുവ 110% തന്നെ പല കാറുകൾക്കും ഇന്ത്യൻ വിപണിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യവുമായിരുന്നു. കരാർ നിലവിൽ വന്നതോടെ യൂറോപ്യൻ യൂണിയൻ നിർമ്മിത കാറുകളുടെ ഇറക്കുമതി തീരുവ 110% നിന്ന് ഘട്ടം ഘട്ടമായി 10% കുറയും. ഇതോടെ ആഡംബര കാറുകളടക്കം ഇന്ത്യൻ വിപണിയിൽ വലിയ വിലക്കുറവിലാകും ലഭ്യമാവുക. തീരുവയിലെ കുറവ് കമ്പനികൾക്ക് ഗുണം ചെയ്യുമെങ്കിലും ഇന്ത്യൻ വിപണിയിൽ പിടിച്ചു നിൽക്കുക അത്ര എളുപ്പമല്ലെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. തീരുവ കുറയുന്നത് പ്രീമിയം വിഭാഗം കാർ നിർമ്മാതാക്കൾക്ക് ഗുണകരമാണെങ്കിലും രാജ്യത്തെ ഇടത്തരക്കാരുടെ വിപണി പിടിച്ചെടുക്കാൻ പ്രയാസമാകും. ഇന്ത്യൻ കാർ വിപണിയിൽ ആധിപത്യത്തിൽ തുടരുന്നത് മാരുതി സുസുക്കിയാണെങ്കിലും അടുത്തിടെ ടാറ്റയും ഹ്യുണ്ടായിയും വിപണിയിൽ മുന്നേറി വരുന്നുണ്ട്. ഇന്ത്യൻ റോഡുകൾക്ക് അനുയോജ്യമായ കാറുകൾ എന്നതും ഇത്തരം കമ്പനികളെ ജനപ്രിയമാക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഇലക്ട്രോണിക് വാഹന വിപണിയിലും യൂറോപ്യൻ കാർ നിർമ്മാതാക്കൾക്ക് കാര്യമായ ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ടാറ്റ മോട്ടോഴ്സിനാണ് നിലവിൽ EV വിപണിയിൽ ആധിപത്യം. ഇതിനു പുറമെ ചൈനീസ് കമ്പനിയായ BYD തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കുന്നു. കുറഞ്ഞ വിലയിൽ അത്യാധുനിക ഫീച്ചറുകൾ നൽകുന്ന ചൈനീസ് ഇന്ത്യൻ മോഡലുകളോട് മത്സരിക്കാൻ ഉയർന്ന നിർമ്മാണ ചെലവുള്ള യൂറോപ്യൻ കാറുകൾക്ക് എത്രത്തോളം സാധിക്കുമെന്ന് കണ്ടറിയണം. ഇന്ത്യൻ വിപണിയിൽ പിടിച്ചു നിൽക്കാൻ വിദേശ കമ്പനികൾക്ക് പ്രയാസമാണെന്ന് ഫോർഡ്, ജനറൽ മോട്ടോഴ്സ് തുടങ്ങിയ കമ്പനികളുടെ പിന്മാറ്റം തെളിയിച്ചതാണ്. വ്യാപാര കരാറിലൂടെ നികുതി ഇളവുകൾ ലഭിച്ചതുകൊണ്ട് മാത്രം യൂറോപ്യൻ കാറുകൾക്ക് ഇന്ത്യൻ നിരത്തുകൾ കീഴടക്കാനായേക്കില്ല. ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾക്കും ബജറ്റിനും അനുസരിച്ച് മാറ്റം വരുത്തിയാൽ ഈ ആഗോള ഭീമന്മാർക്കും ഇന്ത്യൻ വിപണിയിൽ ചുവടുറപ്പിക്കാൻ സാധിക്കും. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.